ഗ്രീൻലാൻഡ് ഇത് അമേരിക്കൻ സിറ്റിയുമായിട്ട്, അതായത് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമേരിക്കൻ സിറ്റി എന്ന് പറഞ്ഞാൽ ബോസ്റ്റണുമായിട്ട് ഏകദേശം 2500 കിലോമീറ്റർ വ്യത്യാസമാണ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഈ ദ്വീപ്. മനസ്സിലാക്കുക, ഈ ദ്വീപിൻ്റെ സൈസ് എന്ന് പറയുന്നത് കാലിഫോർണിയ എന്ന് പറഞ്ഞ വലിയ സ്റ്റേറ്റ് അതിൻ്റെ 5 ഇരട്ടിയുണ്ട്. അതായത് ടെക്സാസിനേക്കാളും വലിയ സ്റ്റേറ്റ്. അതായത് അമേരിക്കയിൽ വരാൻ പോകുന്നത് ജോയിൻ ചെയ്യുവാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ് ആകാൻ പോകുന്നത് ഗ്രീൻലാൻഡാണ്. അതായത് വീണ്ടും ആ സൈസ് ഒന്നും കൂടെ പറയാം, ഫ്രാൻസിൻ്റെ 9 ഇരട്ടി വലിപ്പം. ആലോചിച്ച് നോക്കുക, എന്താണ് ഈ പറയുന്ന ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഈ ഐലൻഡാണ് ഈ സംഭവം. ഇതിൻ്റെ 80% ഐസ് കയറി കിടക്കുക, ആർട്ടിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് അമേരിക്ക ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറയാനുള്ളതിൻ്റെ കാരണമുണ്ട്. അവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 2021 അതിൻ്റെ സെൻസസ് ആയിരുന്നു. 55,000 പേരേ ഉള്ളൂ ആകെ. അതിനകത്ത് 40% ആളുകൾ, കറക്റ്റ് ശ്രദ്ധിച്ചോണം, അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ സർക്കാർ സർവീസിലാണ്. അവിടെ വേറെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയോ പരിപാടികളോ ഒന്നും, ബാക്കിയുള്ളവർ ഫിഷിംഗ് ആണ് ഈ സംഭവം. അപ്പോൾ ചോദിക്കുക, എന്താണ് അവിടുത്തെ സർക്കാർ സർവീസ്? അതായത് അവിടുത്തെ ഹെൽത്ത് സർവീസ്, ഡോക്ടേഴ്സ്, നേഴ്സ്, പബ്ലിക് റോഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ഗവൺമെൻറ് സർവീസ് ഉണ്ട്. ഇത് ഡെൻമാർക്കിൻ്റെ ഒരു ദ്വീപാണ്. ഡെൻമാർക്കിൻ്റെ കുറച്ച് പട്ടാളക്കാർ കൂടിപ്പോയ ഒരു 100, 200, 300 പേരേ ഉള്ളൂ അവിടെ. അതായത് എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സഹായിക്കാൻ അവരുടെ വെപ്പൺസും ഒന്നുമില്ല. പിന്നെ അവിടെ അമേരിക്കൻ ബേസ് ഉണ്ട്, വലിയൊരു ബേസ് ഉണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അവിടെ അമേരിക്കയുടെ വലിയ മിസൈൽ സെൻസറിങ്, അതേപോലെ വലിയ റഡാറോ ഒക്കെ വെച്ച് അമേരിക്ക വലിയൊരു ബേസ് അവിടെ പണ്ടുപോലെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം? അറിഞ്ഞിരിക്കുക, തന്ത്രപ്രധാനമായ പ്രാധാന്യം. അതായത് ആർട്ടിക് ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു സീ റൂട്ടുണ്ട്. ആ സീ റൂട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ റൂട്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ദ്വീപ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡെൻമാർക്ക് അവരങ്ങോട്ടാണ് പണം കൊടുക്കുന്നത്. ഇതിൻ്റെ ആനുവൽ GDP എന്ന് പറയുന്ന ഒരു വർഷം ആകെ 3 ബില്യണേ ഉള്ളൂ. അതായത് അമേരിക്കയുടെ ചെറിയ സ്റ്റേറ്റിൻ്റെ 100-1 പോലും നമ്മൾ എത്ര നോക്കിയാലും അത്ര ചെറിയ സംഭവമാണ് ഈ പറയുന്ന ഈ വലിയൊരു ദ്വീപിൻ്റെ പ്രത്യേകത. ഇത് റഷ്യയുമായിട്ടും ഈ പറയുന്ന യൂറോപ്പുമായിട്ടും ഒക്കെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണിത്. ഇതിന് ഭയങ്കര തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ അമേരിക്ക ഇത് വാങ്ങുകയാണെങ്കിൽ ദ എക്കണോമിസ്റ്റ് വീക്കിലി പറഞ്ഞിരിക്കുന്നത് ഇത് 5 ബില്യനോ 6 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെൻമാർക്ക് ഇത് അമേരിക്കയ്ക്ക് കൊടുക്കും. കാരണം ഡെൻമാർക്കിന് വലിയ പ്രസൻസ് ഒന്നുമില്ല, അത് കൺട്രോൾ ചെയ്യുക. കാരണം അതിൻ്റെ സെക്യൂരിറ്റി മുഴുവൻ അമേരിക്കൻ ബേസ്, അമേരിക്കൻ പട്ടാളക്കാരത് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് അത് അമേരിക്കൻ ബേസിന് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഡെൻമാർക്കിൻ്റെ സെക്യൂരിറ്റി ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഡെൻമാർക്കിൻ്റെ പണമില്ല. അതുകൊണ്ടാണത് അമേരിക്കൻ ബേസിന് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം യൂറോപ്പിലെയൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ നെഗോസിയേഷൻ ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, അത് അമേരിക്കയ്ക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1800-ൻ്റെ പകുതികളിൽ ഈ ലൂസിയാന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജെഫേഴ്സൺ അദ്ദേഹം ഇത് വാങ്ങി. അതിനുശേഷം മനസ്സിലാക്കുക, അലാസ്ക മറ്റൊരു സംഭവമാണ്, വലിയൊരു, അതെല്ലാം ഐസാണ് കയറി കിടക്കുന്നത്. റഷ്യയുടെ നിന്നാണ് വാങ്ങിയത്. ഏകദേശം $160 മില്യൺ കൊടുത്തിട്ടാണ് അതന്ന് വാങ്ങിയത്. അതിന് അത്രയും വിലയുണ്ടായിരുന്നു, അതുകൊണ്ട് പണം കൊടുത്തിങ്ങ് വാങ്ങി. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പറയുന്ന ഗ്രീൻലാൻഡ് വാങ്ങിയാൽ അമേരിക്കയ്ക്ക് എന്ത് പ്രത്യേകതയാണ്? അവിടെയാണ് ചോദ്യം. ആദ്യത്തെ പോയിന്റ്, അതായത് ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള റയർ എർത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞൊരു മിനറൽ ഉണ്ട്. അതാണ് പറഞ്ഞ് ഈ സോളാറിൻ്റെ അകത്തും അവിടെയും ഈ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഭവമാണ്. ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അകത്തും ഏവിയേഷൻ, അതായത് ഫ്ലൈറ്റിനകത്ത് ഉപയോഗിക്കുന്നൊരു
മിനറലാണ് ഈ സംഭവം. വാറിൻ്റെ, അതായത് ബോംബ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇന്നത് ഏറ്റവും കൂടുതൽ ലോകം ഡിപ്പെൻഡ് ചെയ്യുന്ന ചൈനയാണ്. ഇത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഡിപ്പോസിറ്റ് ലോകത്തുള്ളത് ഈ പറയുന്ന ഗ്രീൻലാൻഡിലാണ്. അതോടുകൂടി ചൈന എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വെടി തീർന്നു പോകും. അവരതും കൊണ്ടാണ് ഈ കളിക്കുന്നത്. അതായത് അമേരിക്കയിൽ ഇത്രയും അതേപോലെ ഇത് മാത്രമൊന്നുമല്ല, യുറേനിയം, പ്ലാറ്റിനം, അത് ഇത് അവിടെ ഇല്ലാത്ത സാധനമില്ല. അത്രമാത്രം ഡിപ്പോസിറ്റാണ് അവിടെ ഉള്ളത്. മറ്റൊരു പ്രത്യേകത അറിഞ്ഞിരിക്കണം, ലോകത്തിലെ 3% ഓയിൽ റിസർവ്, ഗ്യാസ് റിസർവ് ഉള്ള സ്ഥലമാണ് അതിൻ്റെ ഓഫ് ഷോറും ഐലൻഡിനകത്ത്. 3%, ഏതാണ്ട് 52 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള സ്ഥലമാണിത്. ആലോചിച്ച് നോക്കി എവിടെ ഇത് പോകുന്നതെന്ന്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. ഇതോടുകൂടി വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഈ പറയുന്ന അവരുടെയും ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഈ ഓയിലുമായിട്ട് റഷ്യയുടെ ഡിപ്പെൻഡൻസി ഒക്കെ ഇല്ലാതായി കളയും. എന്തുകൊണ്ടാണ് 1921 മുതൽ ഡെൻമാർക്ക് ഇവിടെ എക്സ്പ്ലോറേഷനോ ഈ സംഭവങ്ങളൊന്നും നടത്തുന്നില്ല? കാരണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ അമേരിക്ക ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അമേരിക്കയെക്കാളും ഏറ്റവും വലിയ, അമേരിക്ക ടോട്ടൽ അതിനേക്കാളും ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഈ പറയുന്ന ഗ്രീൻലാൻഡ് മാറിപ്പോവും. അതാണ് അവിടെ ഉണ്ടാകുക. കാരണം 3 ബില്യൺ അവിടെ ടോട്ടൽ GDP എന്ന് പറയുന്ന ടോട്ടലായിട്ടുള്ള അവർ എക്കോണമി വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ ആ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഇത്രയും വലിയ സ്പേസ് ഉള്ള രാജ്യത്ത്. ഇതോടുകൂടി എന്ന് പറയുന്നത് മറ്റൊരു അമേരിക്ക ഗ്രീൻലാൻഡ് ഉണ്ടാകാൻ പോവുകയാണ്. എന്തുവാണ് ഈ സൈസ്, എന്താണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ്? ഇതോടെ ചൈനയുടെ, വീണ്ടും ആവർത്തിക്കുന്നു, ഇതോടെ ചൈനയുടെ ഇമ്പോർട്ടൻസ് ഇല്ലാതായിപ്പോവും. കാരണം ഇത് മുഴുവനുള്ള സ്ഥലം, കാരണം ചൈന ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് ഈ പറയുന്ന മാനുഫാക്ചറിങ് ഹബിനേക്കാൾ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞിടയ്ക്ക് ഒരു മിനറൽസ് അമേരിക്ക കൊടുത്ത് വളരെ ക്രൂഷ്യലായിട്ട് സംഭവം അവരത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞു അമേരിക്കയ്ക്ക്. അതോടുകൂടിയാണ് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ സ്ട്രാറ്റജിസ്റ്റും തയ്യാറാക്കിയത് ഈ പറയുന്ന ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ എടുത്തു കഴിഞ്ഞ് ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് ചൈന ഔട്ടായി പോകും. അതായത് ഗ്ലോബൽസ് ഇതിൻ്റെ അകത്ത് ചൈന ഔട്ടായി പോകും. നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി ഞാൻ ഇത് മുഴുവനും വായിച്ച് മനസ്സിലാക്കി എന്താണ് ഈ ഗ്രീൻലാൻഡ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ട്രംപ് ഇത് പറയുന്നത്, എന്തുകൊണ്ടാണ് ഗ്ലോബൽ മീഡിയ ഇതിന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് ആ സ്ട്രാറ്റജിക് പോയിന്റ് വരുന്നത് അവർ ആ രാജ്യമായി കഴിഞ്ഞാൽ അത് തന്ത്രപ്രധാനമായ സംഭവമാണ്. റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ലോകത്തെ മുഴുവനും ഇത് കൺട്രോൾ. കാരണം ഇത് വല്ലാത്തൊരു സ്ട്രാറ്റജിക് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ഈ ആർട്ടിക് ഓഷ്യനുമായിട്ട്, ആർട്ടിക് മെൽറ്റിക് ഐസുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം. അത് മനസ്സിലാക്കുക. ഇത് ബേസിക്കലി ഡെൻമാർക്കിനൊരു ലൈബിലിറ്റിയാണ് ഈ ഐലൻഡ്. അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രധാനപ്പെട്ട പോയിന്റ് അതിൻ്റെ ഈ ഐലൻഡിനകത്ത് പല സ്ഥലങ്ങളിലും പോകാൻ പോകുന്ന റോഡുകളില്ല. ഡെൻസിലി പോപ്പുലേറ്റഡ് ഏറിയയാണ്. കാരണം റോഡുകളൊന്നും വെട്ടിക്കൊടുക്കുവാൻ അത് വലിയ സ്പെൻഡ് ചെയ്യാനൊന്നും ഡെൻമാർക്ക് തയ്യാറല്ല. കാരണം ഹ്യൂജ് എക്സ്പെൻസ് ആയിപ്പോവും. അല്ലെങ്കിൽ അവിടുത്തെ ഈ 55,000 57,000 പേരുള്ളവർ 40% അവിടുത്തെ ഗവൺമെൻറ് സർവീസിലാണ്. കാരണം ഡെൻമാർക്ക് അങ്ങോട്ട് പണം പെയ്തു. കാരണം ഡെൻമാർക്കിന് ഇതൊട്ട് യാതൊരു ലാഭവും ഇല്ല. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് കിട്ടിയ മനസ്സിലാക്കുക, മറ്റൊരു അമേരിക്ക ഉണ്ടാകാൻ പോവുകയാണ് ആ സ്പേസിൽ. ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ താല്പര്യം അമേരിക്ക എടുക്കാൻ. അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗ്യാസിൻ്റെ ഈ സംഭവത്തിൻ്റെ ഷോർട്ടേജ് എല്ലാം അങ്ങ് മാറിക്കിട്ടും. കാരണം പെട്ടെന്ന് റൂട്ട് ചെയ്ത് സംഭവം അങ്ങ് പോകാം. ഈ പറയുന്ന മെൽറ്റിങ്, ഈ ആർട്ടിക് ഐസ് അങ്ങോട്ട് മെൽറ്റ്, കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗം മെൽറ്റിങ് ശരിക്കും ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സീ റൂട്ട് ഓഫ് അമേരിക്കയായിട്ട് ഡയറക്റ്റ് നേരിട്ട് പോവുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജും എക്കോണമി മാറാൻ പോകുന്ന യൂറോപ്പും കൂടെ. അതായത് ഗ്ലോബൽ ചേഞ്ച്, ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. അത് നമ്മൾ യൂസ് ചെയ്യാനേ കണ്ടതാണ്, അലാസ്കയെ കണ്ടതാണ്. കാരണം അമേരിക്ക ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഡീപ്പ് സ്റ്റേറ്റ്. അതായത്
ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഗ്ലോബൽ എക്കോണമി ഓർഡർ, അത് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കയ്യിൽ പോകും. പിന്നെ ഈ പനാമ കനാലിൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ആ രാജ്യം പണം കൊടുത്ത് അവരങ്ങ് കൊടുക്കും. കാരണം അതിനേക്കാളും വലിയ രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അതായത് ഈ സൂയസ് കനാൽ ഇസ്രായേലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പാട്ടത്തിന്, ഈ സംഭവം പൂർണ്ണമായിട്ടങ്ങ് മാറും. സെക്യൂരിറ്റി മാത്രമൊന്നുമല്ല, ടെക്നോളജി വൈസും മറ്റും. കാരണം ഈ രാജ്യങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും ഇന്ത്യക്ക് അതിനകത്ത് റോളുണ്ട് ഈ പറയുന്ന. കാരണം ഇന്ത്യക്കാർ ശരിക്കും ഉണ്ട് US കാരണം അവിടെയുള്ള പല അമേരിക്കക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാനും, കാരണം ഇഷ്ടംപോലെ മിനറൽസ് കിടക്കുന്ന രാജ്യമാണ്. ഇഷ്ടംപോലെ, അത് ഗ്ലോബലായിട്ട് 3% ഓയിൽ റിസർവ്. എന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് ചെന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കും മറ്റൊരു വലിയ ഡെസ്റ്റിനേഷൻ, അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് വലിയ ഡെസ്റ്റിനേഷനായിട്ട് മാറും. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അവിടെയുള്ളവർക്ക്, അവിടെയുള്ള ഓരോരുത്തർക്കും, അതായത് 55,000 57,000 പേർക്ക് 1 മില്യൺ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും അമേരിക്ക നഷ്ടമൊന്നുമില്ല. കാരണം അതിന് പിന്നെ വരാൻ പോകുന്ന ബില്യനും ട്രില്യനാണ് അതിൻ്റെ അകത്തുള്ളൂ. അപ്പം അവിടെ ജീവിക്കുന്ന ഓരോരുത്തരും ബില്യനേഴ്സ് ആയിപ്പോവും. പക്ഷെ ഒരു കാര്യമാണ്, ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പം ഡെൻമാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷെ അവിടെ റഫറാൻഡം നടക്കും. ആ റഫറാൻഡത്തിന് അനുകൂലമായിട്ട് മാറുവാണെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിക്കും. അത് വാറൊന്നും അമേരിക്ക അവിടെ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം അത് യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങളുമായിട്ട് മുഴുവനും ഉടക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്ക് നല്ലതാണ്. കാരണം അവന് വേറെ പരിപാടികളൊന്നുമില്ല. ഇത് അമേരിക്കയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ ഇതങ്ങ് മാറും. അതായത് ഗ്ലോബൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അതാണ് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും വായിക്കണം. രസകരമായ സംഭവമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. എന്തൊരു പൊട്ടൻഷ്യലായിട്ടുള്ള ആലോചിച്ചു. കാലിഫോർണിയയുടെ 5 ഇരട്ടി. അപ്പം അവിടെ ഇത്രയും ആളേ ഉള്ളൂ. അതായത് മറ്റൊരു അമേരിക്ക എന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇതിനെ. അതാണ് ആ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.